അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 6ാം ക്ലാസ്സിലെ അഹ്കാമു തജ്വീദിലെ 5ാമത്തെ പാഠമാണ് നാം പരിശോധിക്കുന്നത്. അദ്ദർസുൽ ഖാമിസ് അൽ ഇദ്ആം. ഫമാ റബിഹത് തിജാറത്തുഹും ഇദ്ഹബ് ബി കിതാബി ഇല്ലലംതും ഇർകബ് മഅന. മുകളിൽ കൊടുത്ത ആയത്തുകളിൽ സാക്കിനായ ഒരക്ഷരത്തെ ശേഷം വന്ന ഹർഫുകൾ ഹർക്കത്തുള്ള അക്ഷരത്തിൽ ചേർത്ത് ശ്രദ്ധ ചെയ്ത് ഓതിയതായി കാണാം. ഇപ്രകാരം ചെയ്യുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. അനിൽരിബി അസാക്ക പോലെ മഖ്റജും സിഫത്തും ഒന്നായ അക്ഷരങ്ങൾക്ക് മുത്തമാസിലാനി എന്നും, വദ്ദത്വാഇഫത്തുൻ പോലെ മഖ്റജിൽ യോജിക്കുകയും സിഫത്തിൽ വ്യത്യാസമാവുകയും ചെയ്ത അക്ഷരങ്ങൾക്ക് മുത്തജാനിസാനി എന്നും പറയുന്നു. ഇവ രണ്ടിലും ആദ്യാക്ഷരം സാക്കിനായാൽ ഇദ്ഗാം ചെയ്യൽ വാജിബാണ്. ഉദാഹരണം: ഫമാ റബിഹത് തിജാറത്തുഹും വഖാലത് ത്വാഇഫത്തുൻ വഖുർ റബ്ബി റഹ്മുഹുമാ പോലെ മഖ്റജിൽ അടുത്തിരിക്കുകയോ കൂടുതൽ സിഫത്തിൽ യോജിക്കുകയോ ചെയ്തതിന് മുത്തഖാരിബാനി എന്നും പറയുന്നു. മുത്തഖാരിബാനിയിൽ ഖാഫിനെ കാഫിലും ലാമിനെ റായിലും മാത്രമേ നമ്മുടെ ഖിറാഅത്തിൻ്റെ ഇമാം ആസിം റഹിമഹുല്ലാ ഇദ്ഗാം ചെയ്തിട്ടുള്ളൂ. ഉദാഹരണം: അലം നഖ്ലുഖുക്കും ബർറബ്ബുക്കും. ഇനി അതിൻ്റെ വർക്ക് നമുക്ക് നോക്കാം. ദർസുൽ ഖാമിസ് അൽ ഇദ്ഗാം. നുജീബ് ഉത്തരം എഴുതുക. ഇദ്ഗാം എന്നാൽ എന്ത്? സാക്കിനായ ഒരു അക്ഷരത്തെ ശേഷം വന്ന ഹർക്കത്തുള്ള അക്ഷരത്തിൽ ചേർത്ത് ശ്രദ്ധ ചെയ്ത് ഓതൽ. 2. മുത്തഖാരിബാനിയായ അക്ഷരങ്ങളുടെ പ്രത്യേകത എന്ത്? ഉത്തരം: ഖാഫിനെ കാഫിലും ലാമിനെ റായിലും മാത്രമേ നമ്മുടെ ഖിറാഅത്തിൻ്റെ ഇമാം ആസിം റഹിമഹുല്ലാ ഇദ്ഗാം ചെയ്തിട്ടുള്ളൂ. 3. മുത്തജാനിസാനിയായ അക്ഷരങ്ങൾ ഏതാണ്? ഉത്തരം: മഖ്റജിൽ യോജിക്കുകയും സിഫത്തിൽ വ്യത്യാസമാവുകയും ചെയ്ത അക്ഷരങ്ങൾ. 4. മുത്തമാസിലാനി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉത്തരം: മഖ്റജും സിഫത്തും ഒന്നായ അക്ഷരങ്ങൾ. 5. ഇദ്ഗാം വാജിബുള്ളത് എവിടെ? ഉത്തരം: മുത്തമാസിലാനിയിലും മുത്തജാനിസാനിയിലും ആദ്യാക്ഷരം സാക്കിനായാൽ. 6. പുറങ്ങണം. നമ്മുടെ ഖിറാഅത്തിൻ്റെ ഇമാം ആര്? ഉത്തരം: ഇമാം ആസിം റഹിമഹുല്ലാ. 7. മുത്തഖാരിബാനിയിൽ ആസിം റഹിമഹുല്ലാ ഇദ്ഗാം ചെയ്ത അക്ഷരങ്ങൾ ഏതെല്ലാം? ഉത്തരം: ഖാഫിനെ കാഫിലും ലാമിനെ റായിലും. ഇനി അടുത്ത് 2 കാണാൻ നസ്വിൽ ചേരുമ്പോൾ ചേർക്കുക. മുത്തമാസിലാനി സി ആണ് ഉത്തരം. വഖദ് ദഖലു. മുത്തജാനിസാനി എ ആണ് ഉത്തരം. ഖദ് തബയ്യന. മുത്തഖാരിബാനി ബി ആണ് ഉത്തരം. ഖുറബി. ഇനി അവിടെ തഖ്സീസ് ഉണ്ട്. അത് അനഖറുൽ ആയത്തിൽ ആതിയത്ത വനക്തശിഫ് മിൻഹ മഹല്ലൽ ഇദ്ഗാം. അവിടെ ആ ആയത്ത് ഓതുക, എന്നിട്ട് അവിടെ ഇദ്ഗാമിൻ്റെ മഹല് നിങ്ങൾ വ്യക്തമാക്കുക. ഫലമ്മ സ്തയസൂ മിൻഹു ഖലസൂ നജിയ്യൻ ഖാല കബീറുഹും അലം തഅലമൂ അന്ന അബാകും ഖദ് അഖദ അലൈക്കും മൗസിഖൻ മിനല്ലാഹി വമിൻ ഖബ്ലു മാ ഫറത്തും ഫീ യൂസുഫ ഫലൻ അബ്റഹൽ അർള ഹത്താ യഅ്ദന ലീ അബീ ഔ യഹ്കുമ അല്ലാഹു ലീ വഹുവ ഖൈറുൽ ഹാകിമീൻ. അവിടുത്തെ ഇദ്ഗാമിൻ്റെ സ്ഥലങ്ങൾ നിങ്ങൾ വായിച്ച് കണ്ടെത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.